ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മസാലക്കറിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണ. സവോളയോ തക്കാളിയോ ഒരു പച്ചക്കറിയും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് 2-3 മാസം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ രീതിയിലുള്ള ഒരു മസാലക്കറിയാണ് റെഡിയാക്കാൻ പോണ. ഈ മസാലക്കറി ബിരിയാണിക്ക്, നെയ്ച്ചോറിന്, ഉച്ചയൂണിന്, എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പുട്ട്, ഉപ്പുമാവ്, സകല ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ സ്പെഷ്യൽ കറി. പാനിലേക്ക് 1/2 ടീസ്പൂൺ പച്ചമല്ലി ചേർക്കുന്നുണ്ട്. മല്ലി നല്ലോണം ചൂടാവട്ടെ. മല്ലി ചൂടാകുമ്പോൾ ചെറിയ കഷ്ണം പട്ട, സ്റ്റാറിന്റെ 1/4 ഭാഗം, 3 ഗ്രാമ്പ്, 1 ഏലക്ക, 10 കുരുമുളക് ഒക്കെ നല്ലോണം ഒന്ന് ചൂടാവട്ടെ. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതൊന്ന് ചൂടാവണം. എല്ലാം നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള്, 10-20 കാഷ്യൂ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിൽ ചേർക്കാം. ഇതെല്ലാം സിമ്മിൽ വെച്ചാണ് കേട്ടോ വറക്കണേ. കാഷ്യൂ കളറൊന്നും മാറണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. കാഷ്യൂ നല്ലോണം ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 1/4 കപ്പ് ചിരകിയ നാളികേരം കുറേശ്ശെ കളർ മാറുന്ന വരെ വറക്കണം. നാളികേരം നല്ലോണം വറുത്തെടുത്തു. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് എടുത്തോളൂ. കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് മാറ്റി വെക്കാം. 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് വേപ്പില. ഫ്ലെയിം സിമ്മിൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടികളുടെ പേസ്റ്റ് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. പൊടികളുടെ പച്ചസ്വാദമൊക്കെ പോയിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നമ്മളെല്ലാം വറുത്തതാണ്, എന്നാൽ പോലും 2 മിനിറ്റ് കുക്ക് ചെയ്താലേ മസാലകളുടെ ആ ടേസ്റ്റ് കറിയിൽ വരാണ്ടിരിക്കില്ല. ഇപ്പോൾ കൂട്ടാൻ 2 മിനിറ്റോളം നല്ലോണം തിളച്ചു. 1/4 കപ്പ് പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. ഇനി ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യണ്ട, ഒന്ന് തിളച്ചാൽ മതി. ഈ കറി കുക്ക് ചെയ്യുമ്പോൾ അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചോളോട്ടെ, അല്ലെങ്കിൽ എല്ലാ ഉടത്തേക്കും തെറിക്കും. ഇതുപോലെ ബബിൾസ് വന്നുകൊണ്ടേയിരിക്കും കൂട്ടാനിൽ. തൈര് ചേർത്തിട്ട് കൂട്ടാൻ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കൂട്ടാൻ എടുത്ത് വെക്കുകയാണ്, സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ 2-3 മാസം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജോട് കൂടി നിർത്തിക്കോളോ. പിന്നെ ഉപയോഗിക്കുമ്പോൾ മാത്രം കുറച്ച് എടുത്തിട്ട് നാളികേരപ്പാൽ ചേർത്താൽ മതി. നല്ല കട്ടിയുള്ള 1/4 കപ്പ് നാളികേരപ്പാലാണ് ചേർക്കണേ. ഇനി കുക്ക് ചെയ്യൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. നാളികേരപ്പാൽ ചേർത്ത് ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നാളികേരപ്പാലും മല്ലിയിലയും ചേർക്കണത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രം എടുത്ത് ചേർത്താൽ മതി. സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഈ നാളികേരപ്പാലും മല്ലിയിലയും ചേർക്കരുത് കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റണ മസാലക്കറിയാണ്. ഒരു പച്ചക്കറിയോ ഉള്ളിയോ തക്കാളിയോ ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് അടിപൊളി മസാലക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് സ്വാദുള്ള ഒരു കറി കൂടിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.